പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് ഷൈനി, മെൽബണിൽ നിന്ന്. ഈ നോമ്പുകാല വിചിന്തനത്തിനായി ഇന്നത്തെ വചനം അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവിനെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടാണ് യേശു സ്വർഗാരോഹണം ചെയ്തത്. യോഹന്നാൻ 16:7 പറയുന്നുണ്ട്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അതുപോലെ തന്നെ യോഹന്നാൻ 14:16 പറയുന്നു, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ പരിശുദ്ധാത്മാവിനെയാണ് പെന്തക്കോസ്താ ദിനം അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകളുടെ രൂപത്തിൽ അവിടെ സമ്മേളിച്ചിരുന്ന എല്ലാവരുടെയും മേൽ ദൈവം അയച്ചത്. വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശുദ്ധിയിൽ ജീവിക്കാൻ സഹായിക്കാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവ്. വിശുദ്ധ ജീവിതം നയിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരാവശ്യം വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് സഹായം ആവശ്യപ്പെടുമല്ലോ. അതുപോലെ തന്നെ വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ സഹായിക്കുവാനായി ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ നിരന്തരം സഹായം ചോദിക്കണം. ഉൽപ്പത്തി മുതൽ ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാം. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ആത്മാവിന്റെ ചലനമാണത്. യേശുവിന്റെ ജനനത്തിലും പരസ്യജീവിതത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലുമെല്ലാം ഈ സഹായകന്റെ സാന്നിധ്യം ശക്തമായി കാണാം. മറിയം ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യേശുവിന്റെ മാമോദീസായിൽ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. അതിനുശേഷം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. ഈ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. മരുഭൂമിയിലെ പിശാചിന്റെ പ്രലോഭനങ്ങളെ നേരിടാൻ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നമുക്കും ഈ നോമ്പുകാലത്ത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തി പ്രാപിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.